ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ ടീനേജ് പ്രോബ്ലംസ്, അതായത് ആൺകുട്ടികളിലാണെങ്കിലും പെൺകുട്ടികളിലാണെങ്കിലും ടീനേജ് പ്രോബ്ലംസ് ഒത്തിരിയുണ്ട്. അവരുടെ ബോഡീസിലുണ്ടാവുന്ന ചേഞ്ചസ്, ഇപ്പോൾ പെൺകുട്ടികളിലാണെങ്കിൽ ഒരു പീരീഡ്സ് ആകുമ്പോൾ അവർക്കുണ്ടാവുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചേഞ്ചസ് കാര്യങ്ങൾ, ഇതെല്ലാം അവർക്ക് ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു പരിധി വരെ ചില കുട്ടികളിലേക്ക് ചില ഡിപ്രഷൻ അവസ്ഥയിലേക്ക് വരെ പോകുന്ന അവസ്ഥകൾ വരാറുണ്ട്. സോ അങ്ങനെയുള്ള എന്തെങ്കിലും ചേഞ്ചസ് കുട്ടികളിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ കുട്ടീനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിങ്ങിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ള സിറ്റുവേഷനായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാനും അവരുടെ പിയർ ഗ്രൂപ്പിൽ അവർക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും കാര്യങ്ങളും, അതായത് കൂടുതലും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം കുട്ടികൾ പിയർ ഗ്രൂപ്പിൽ നിന്നായിരിക്കും ചിലപ്പോൾ കളക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ കിട്ടുന്ന ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒന്നും കറക്റ്റായി എന്ന് വരത്തില്ല. അപ്പം ആ ഒരു സമയത്ത് അവരുടെ പേഴ്സണൽ ഹൈജീൻ എങ്ങനെ കൊണ്ടുപോകണം, മുമ്പോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആൺകുട്ടികളിലാണെങ്കിൽ പോലും അവരുടെ ശരീരത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ശരീര വളർച്ചകൾ ഉണ്ടാകുന്നു. ഈ സമയത്തൊക്കെ അവർ ചില കുട്ടികൾ ചിലപ്പോൾ ഹെവി ഡിപ്രഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ അവർ മാനസികമായി പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടാം. അത് അവർക്ക് ആരോട് ഷെയർ ചെയ്യാൻ പറ്റാതിരുന്നു എന്ന് വരത്തില്ല. ഇപ്പോൾ ഓപ്പൺ ആയിട്ടൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ അവർക്കത് പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഫാമിലിയിൽ നിന്ന് ചിലപ്പോൾ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് കിട്ടിയില്ലെങ്കിൽ അവർക്കത് ഒരു പ്രോപ്പറായിട്ട് ടാക്കിൾ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്ന് വരും. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും അവസ്ഥകളൊക്കെ കുട്ടികളിലേക്ക് പോകുമ്പോൾ ഇനീഷ്യലി നമ്മളത് ട്രീറ്റ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻസ് വളരെ ഈസിലി ഹാൻഡിൽ ചെയ്ത് അവർക്ക് തന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.